ബി.എഡ് ഫസ്റ്റ് സെമസ്റ്ററിൽ 5 വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 5-മത്തെ വിഷയമാണ് കൺസേൺഡ് പെഡഗോഗി സബ്ജക്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോകളിലൂടെ നമ്മൾ മാത്സ് പെഡഗോഗി ക്ലാസ്സുകൾ പരിചയപ്പെട്ടതാണ്. അതിൽ മാത്സ് പെഡഗോഗിയുടെ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ടു. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പെഡഗോഗി ഓഫ് കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റിലെ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടുന്നു. എന്നിട്ട് ഇപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പെഡഗോഗിക്കൽ സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻസിനെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യമേ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2024 നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് പെഡഗോഗി ഓഫ് കൊമേഴ്സ് ആൻഡ് അക്കൗണ്ടൻസി പാർട്ട് 1 അതായത് ഫസ്റ്റ് സെമസ്റ്ററിലെ 2024 നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള എസ്സേസ് ആൻഡ് ഷോർട്ട് ആൻസേഴ്സ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതിനുശേഷം 2023 പിന്നെ 2022 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ലാസ്റ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എല്ലാ പെഡഗോഗിക്കൽ സബ്ജക്റ്റുകളുടെയും ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തുകൊണ്ട് ആൻസേഴ്സ് മാത്രമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ്ലി നമുക്ക് 24 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യ യൂണിറ്റുകളിൽ നിന്നാണ് വരുന്നത്. ആദ്യത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമേ പറയുന്നത്. എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ സ്കോപ്പ് ഓഫ് കൊമേഴ്സ് ടീച്ചിങ്. കൊമേഴ്സ് ടീച്ചിങ്ങിന്റെ സ്കോപ്പ് അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ചോദ്യമാണ്. നമ്മളുടെ സബ്ജക്റ്റുകളുടെ അതാത് സബ്ജക്റ്റുകളുടെ നേച്ചർ, പിന്നെ സ്കോപ്പ്, മീനിങ്, പിന്നെ കൊറിലേഷൻ, മറ്റ് സബ്ജക്റ്റുകളുമായി ബന്ധങ്ങൾ, അതെല്ലാം ഒരു ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കൂടാതെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ഭാഗമാണ് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി 2001. ഓക്കെ, ആൻഡേഴ്സൺ ആൻഡ് ക്രാതോൾസ് എന്നാണ്. ഈ റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണ് ഇവിടെ ആവർത്തിച്ച് ചോദിക്കുന്നത്. റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി ആണ്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും ഈ 2 ചോദ്യം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് അതാത് സബ്ജക്റ്റുകളുടെ മീനിങ്, സ്കോപ്പ്, അങ്ങനത്തെ കാര്യങ്ങൾ, നേച്ചറൊക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിവൈസ്ഡ് ബ്ലൂംസ് ടാക്സോണമി എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ യൂണിറ്റിൽ ചോദിക്കുന്നത് എന്താണ്, മൈക്രോ ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഈ 2 ചോദ്യം നമുക്ക് മൈക്രോ ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഡിസൈൻ മൈക്രോ ടീച്ചിങ് സൈക്കിൾ ഫോർ ദി സ്കിൽ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ബൈ ടേക്കിംഗ് എ മൈക്രോ യൂണിറ്റ് ഇൻ കൊമേഴ്സ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യവും മൈക്രോ ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതാണ്. അതിൽ ഡിസ്ക്രൈബ് ദി കോൺസെപ്റ്റ്, ഡെഫിനിഷൻസ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ മൈക്രോ ടീച്ചിങ് വിത്ത് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്നുള്ളത്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് രണ്ടാമത് ചോദിച്ചിട്ടുള്ളത്. മൈക്രോ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ്, അതൊരു കൊമേഴ്സിന്റെ ക്ലാസ് എടുക്കുക വഴി ഉണ്ടാകുന്ന ആ ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത്. അങ്ങനെ 2 ക്വസ്റ്റ്യനും അവിടെ നിന്നും മൈക്രോ ടീച്ചിങ്ങിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാണെന്ന് നോട്ട് ചെയ്യുക. മൂന്നാമത്തെ യൂണിറ്റ്, അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെസൺ പ്ലാനിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് ദി ബേഗ് ആൻഡ് ഹൺ ടീച്ചിങ് മോഡൽ ഓഫ് റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ്. റിഫ്ലക്റ്റീവ് ലെവൽ ഓഫ് ടീച്ചിങ് അതായത് ഒരു കുട്ടിയുടെ ബുദ്ധിപരമായിട്ടുള്ള എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ബൂമിംഗ് നടത്തുന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് നടത്തുക എന്നുള്ളതാണ്. അതിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണെന്ന് പറയുന്നത്, ഒരു മോഡലാണെന്ന് പറയുന്നത് ബിഗ് ആൻഡ് ഹണ്ട് ടീച്ചിങ് മോഡൽ എന്ന് പറയുന്നത്. ആ ഒരു മോഡൽ ഓഫ് ടീച്ചിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ അതിനെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ഹൗ വിൽ യു കൺസ്ട്രക്ട് ലെസൺ പ്ലാൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു ലെസൺ പ്ലാൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുക എമംഗ് യുവർ സ്റ്റുഡൻസ് ഇൻ യുവർ കൊമേഴ്സ് സബ്ജക്ട്സ് അറ്റ് ഹയർ സെക്കൻഡറി ലെവൽ. ഓക്കെ, ആ ഒരു ഹയർ സെക്കൻഡറി ലെവലിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലെസൺ പ്ലാൻ നമ്മൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യും എന്നുള്ളതാണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അതിന്റെ സ്റ്റെപ്സ് ബേസിലൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദെൻ ഫോർത്ത് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള എന്താണ്, സംറൈസ് ദ കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ് എന്നുള്ളതാണ്. CAI എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്, കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ഇൻസ്ട്രക്ഷൻ, അതിന്റെ ടൈപ്സും എന്താണെന്നാണ്. അതിൽ തന്നെ വന്നിട്ടുള്ളത് മൈൻഡ് മാപ്പ് എന്താണ്, അതുകൂടാതെ തന്നെ അഡ്വാൻസ്ഡ് ആക്റ്റീവ് ലേണിംഗ് മെത്തേഡ് എന്താണ്, AALM എന്നുള്ളതാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതൊക്കെ ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. എല്ലാ പെഡഗോഗിക്കൽ സബ്ജക്റ്റിലും ആവർത്തിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും കഴിയും, മറ്റ് സബ്ജക്റ്റുകളുടെ പെഡഗോഗി നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എസ്സേയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് യൂണിറ്റ് തന്നെ ഐഡന്റിഫൈ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇലക്ട്രോണിക് മീഡിയ എന്നുള്ളത്. എന്താണ് ഇലക്ട്രോണിക് മീഡിയയുടെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസുമാണ്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കി എഴുതാൻ പറ്റുന്ന കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ്, വാട്ട് ഈസ് റിസോഴ്സ് സെന്റർ, ഹൗ വിൽ യു ഓർഗനൈസ് കൊമേഴ്സ് റിസോഴ്സ് സെന്റർ, എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എന്നുള്ളതാണ്. ഇങ്ങനെ 5 ക്വസ്റ്റ്യൻസുകളാണ്, അല്ലെങ്കിൽ 10 ക്വസ്റ്റ്യൻസുകളാണ് 5 യൂണിറ്റുകളിൽ നിന്നായിട്ട് വരുന്നത്. ഓരോ യൂണിറ്റിൽ നിന്നും 2 ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെയാണ് 10 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. സോ ഇതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. അത് നിങ്ങൾക്ക്
2023ലെയും 2022ലെയും ക്വസ്റ്റ്യൻ പേപ്പർ കൂടി കാണുക വഴി മനസ്സിലാവും. ഇനി ഷോർട്ട് ആൻസേഴ്സ് 2024 ചോദിച്ചിട്ടുള്ള ഷോർട്ട് ആൻസേഴ്സ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും എക്സ്പ്ലെയിൻ കോറിലേഷൻ ബിറ്റ്വീൻ വേരിയസ് സബ്ജക്ട്സ് ആൻഡ് കൊമേഴ്സ്. നമ്മുടെ സ്പെഷ്യൽ സബ്ജക്ട് കൊമേഴ്സ് ആണ്. ആ കൊമേഴ്സും മറ്റ് സബ്ജക്റ്റുകളുമായിട്ടുള്ള ബന്ധത്തെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഡു യു കൺസിഡർ ദി മോസ്റ്റ് യൂസ്ഫുൾ സ്കിൽസ് ഫോർ കൊമേഴ്സ് ടീച്ചിങ് എന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ യൂണിറ്റിൽ തന്നെ പല സ്കില്ലുകൾ എടുത്ത് പറയുന്നുണ്ട്. ആ സ്കില്ലുകൾ എല്ലാമാണ് ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നോട്ട് ഔട്ട് ചെയ്ത് പിന്നെ 2-3 സെന്റൻസുകളുടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഷോർട്ട് ആൻസർ ആയിട്ട് പറയേണ്ടത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ തേർഡ് യൂണിറ്റിൽ നിന്ന് തന്നെയാണ് വാട്ട് ആർ ദ 5 അപ്രോച്ചസ് ടു ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ്. ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ 5 അപ്രോച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ ടീച്ചർ സെന്റേഡ് ഇൻസ്ട്രക്ഷൻ എന്നുള്ളത്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, പല സബ്ജക്റ്റുകളിലും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ സെന്റേഡ് ലേണിംഗും ഉണ്ട്, സ്റ്റുഡന്റ് സെന്റേഡ് ലേണിംഗും ഉണ്ട്. അതിൽ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടീച്ചർ സെന്റേഡ് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ബ്ലെൻഡഡ് ലേണിംഗ് എന്നുള്ളത്. ബ്ലെൻഡഡ് ലേണിംഗും ഫ്ലിപ്പ്ഡ് ലേണിംഗും ഉണ്ട്. ആ രണ്ട് ക്വസ്റ്റ്യൻസും ആവർത്തിച്ച് വരുന്നതാണ്. അതിൽ ബ്ലെൻഡഡ് ലേണിംഗ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ഏകദേശം 15 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഈ 15 ക്വസ്റ്റ്യൻസിൽ 8 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. എസ് എ ക്വസ്റ്റ്യൻസ് ആയിട്ട് 5 എണ്ണവും 3 ഷോർട്ട് ആൻസറുമാണ് നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്. അതിൽ 15ൽ 8 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ആ ഒരു വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ വേണം നിങ്ങൾ പോകാൻ. ലാസ്റ്റ്ലി നിങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അത് 5 ക്വസ്റ്റ്യൻസും ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആൻസേഴ്സ് അടക്കമുള്ള PDF കിട്ടിയിട്ടുണ്ടാവും. അത് നിങ്ങൾ നോക്കി പഠിക്കുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് 2023ലെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാൻ പോകുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്.